Good morning everyone and welcome back to my vlog. അപ്പോൾ കോൺസേർട്ട് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ദുബായ്ക്ക് പോവാണ്. സിൻസ് വി റീച്ച്ഡ് ഹോം പ്രിറ്റി ലേറ്റ് ലാസ്റ്റ് നൈറ്റ് നമ്മൾ മെല്ലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ദുബായിലേക്ക് വിട്ടു. നമ്മുടെ സ്റ്റേ ദുബായ് ഡൗൺ ടൗണിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ആൻഡ് ഐ വാസ് സ്റ്റേയിങ് വിത്ത് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. ഈ റൂമിന്റെ ഫുൾ ഡിസൈൻ ഒരു കാർഗോ ബോക്സ് പോലെയാണ്. അത് ഓരോ ചെറിയ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് സിൻസ് മൈ വർക്ക് ഓൾസോ റിവോൾവ്സ് അറൌണ്ട് ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ ഫാമിലി ബിസിനസ് തന്നെ അതാണ്. സോ എവിടെ പോയാലും ഞാൻ അറിയാണ്ട് ഓരോ റൂംസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകാറുണ്ട്. We had like 2 dressing tables with proper big mirrors and I don't know how they fit in all of that in such a small space. പക്ഷേ സ്മോൾ ആയിട്ട് നമുക്ക് തോന്നില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയായിരുന്നു. മുന്നിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും നല്ല വ്യൂ തരാൻ ദുബായ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി ഒബ്വിയസ്ലി. സോ വി ഹെഡഡ് ഔട്ട് ഫോർ ലഞ്ച്. നമ്മളിന്ന് പോകുന്നത് ഡൗൺ ടൗൺ ദുബായിലെ സൂഖ് അൽ ബഹർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. And I always love when I see anything traditional or symbolic of a culture in the architecture of a space. Because look at this, it's equally modern and traditional at the same time. നമ്മൾ വേറെ ഏതോ കാലത്തിലേക്ക് തന്നെ കടന്നു പോയ പോലെയുണ്ട്. And it was so beautiful. Also because the weather was really nice. നമുക്ക് പുറത്ത് തന്നെ ടൈം ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പം ചൂടൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ ആടിപ്പാടി പോകുന്നത് ടൈം ഔട്ട് ദുബായിലേക്കാണ്. For those of you who don't know, Time Out is a place that's basically like a food court. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ലൊരു ലെവലുള്ള പ്രീമിയം ആൻഡ് ന്യൂ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കിട്ടും. എല്ലാം ഒരു റൂഫിന്റെ അണ്ടറിൽ തന്നെയായിരിക്കും ഈ മാപ്പിൽ കാണുന്ന പോലെ. എസ്പെഷ്യലി ഒരുപാട് പേരൊക്കെ ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനൊരു പ്ലേസിൽ വന്നാൽ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡോ ഡ്രിങ്ക്സോ എന്താന്ന് വെച്ചാൽ കഴിയും. ഐ റിയലി വാണ്ടഡ് ടു ട്രൈ റാമൻ. ഒബ്വിയസ്ലി എനിക്കത് തീർക്കാൻ പറ്റിയില്ല, ബട്ട് ഇറ്റ് വാസ് ടേസ്റ്റി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ദുബായിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു ഔട്ട്ലെറ്റ് മോളിലേക്കാണ്. ആൻഡ് ഐ എം സോ സോറി, ഇവിടെ പോയപ്പോൾ ഞാൻ ഫിൽം ചെയ്യാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ആക്ച്വലി വഴി തെറ്റിയതാണ് കാരണം. അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോവാണ്, നമ്മുടെ ഹോട്ടലിലേക്ക്. അത്യാവശ്യം ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും ആർക്കും വലിയൊരു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ലഞ്ച് ഓബ്വിയസ്ലി നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ ഹോട്ടലിൽ തന്നെയുള്ള മേലെയുള്ളൊരു ലൗഞ്ച് സ്പേസ് ആണിത്. ഇവിടെ നമുക്കൊരു ഫുൾ മീലായിട്ടൊന്നും കിട്ടൂല, ബട്ട് യു ഗെറ്റ് ടു ഹാവ് ഡ്രിങ്ക്സ് ആൻഡ് സം ഫിംഗർ ഫുഡ്. അങ്ങനെ അവിടെ നിന്ന് ലൈറ്റായി ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ദുബായ് മോളിലേക്ക് നടന്നു. അതിന് മെയിൻ കാരണം ദുബായ് മോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെദർ വാസ് ബ്യൂട്ടിഫുൾ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. ഡിന്നറിനോട് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാവരും ഒരേപോലെ എഗ്രി ചെയ്തു. ഡെസേർട്ടിന് നമുക്ക് മെറ്റിൽഡ കേക്ക് കഴിക്കണം. അതിന് മോളിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു പ്ലേസ് കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് പ്രിറ്റി ഫേമസ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചൈന ടൗൺ എൻട്രൻസ് നമ്മൾ കണ്ടത്. ശരിക്കും ചൈനയിൽ എവിടെയോ ഒരു സ്ട്രീറ്റിൽ പോയ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ മോളിലെത്തി. അപ്പോഴാണ് ഈ ഒരു ഐസ് റിംഗ് നമ്മൾ കണ്ടത്. ഇവിടെ ചില ദിവസം ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, ചുമ്മാ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ഗെയിമാണ് കാണുന്നത്. ഇതൊക്കെ ഇവരൊരു മരുഭൂമിയിലാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു സർപ്രൈസ് എലിമെൻറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. സോ വി റീച്ച്ഡ് പാക്കേഴ്സ് ആൻഡ് ദിസ് ഈസ് വെയർ വി ആർ ഗോണ ഹാവ് എ കേക്ക്. നമ്മുടെ എല്ലാവരുടെയും പ്ലേറ്റിൽ വിത്ത് ലവ് പി എന്നാണ് എഴുതിയത്. പക്ഷെ എൻ്റെ ബ്രദറിൻ്റെ പ്ലേറ്റിൽ മാത്രം 2 കോഴികളാണ് ഉണ്ടായിരുന്നത്. വെൽ ദാറ്റ്സ് ജിം ബ്രോ ഫോർ യു. അങ്ങനെ ചേച്ചി നമ്മുടെ മെറ്റിൽഡ കേക്കും പിന്നെ ഈ ഒരു കേക്കും കൊണ്ടുവന്നു. ഇതിൻ്റെ പേര് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആൻഡ് ഹിയർ ഇസ് ദ ഗോൾഡൻ ഷോട്ട്. ഇവിടെ ആക്ച്വലി എല്ലാ ടേബിളിൽ നോക്കുമ്പോഴും ഈ ഒരു സാധനം തന്നെയാണ് കാണുന്നുണ്ടായിരുന്നത്. രണ്ടും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ മെറ്റിൽഡ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് മധുരം ഒരു പൊടി കുറഞ്ഞതുപോലെ തോന്നും. ബട്ട് ദാറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ട് യു ഈറ്റ് ഫസ്റ്റ്. ബാക്കി ടേബിൾസിലൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് സംഭവം മൊത്തം തീർത്തു. ഇന്ന് നമ്മൾ കുറച്ച് ഈസി ആൻഡ് ചിൽ ഡേ ആക്കി എടുത്തു തന്നെയാണ്, കാരണം നാളെ നമുക്ക് നല്ലൊരു എക്സൈറ്റിംഗ് പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.